നമസ്തേ. കഴിഞ്ഞ ദിവസം നാം പറഞ്ഞു നിർത്തിയത് 2:24 ശ്ലോകമാണ്. ആത്മാവിൻ്റെ ഒരു നിർവചനം എന്ന് അതിനെ പറയാം എന്നും സൂചിപ്പിക്കുകയുണ്ടായി. ഈ 2:11 മുതൽ 2:24 വരെയുള്ള ശ്ലോകങ്ങൾ ശരിക്ക് അതാണ് സാഖ്യയോഗത്തിൻ്റെ കാതൽ എന്നും ഞാൻ സൂചിപ്പിച്ചിരുന്നു. സാഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിൻ്റെ കാതലായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ പറയുന്ന 2-ാം അധ്യായത്തിൽ പറയുന്ന സാഖ്യയോഗത്തിൻ്റെ കാതലായ അംശം, സാരമായ അംശം നമ്മൾ ഈ 2:11 മുതൽ 2:24 വരെയുള്ള ശ്ലോകങ്ങളിൽ കണ്ടു കഴിഞ്ഞു. എന്താണ് ഇതിൽ പറയുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ അർജുനൻ ഇങ്ങനെ പിതാമഹനെയും ബന്ധുക്കളെയും ഗുരുവിനെയും ഒക്കെ കൊല്ലാൻ ഇടയാവുന്നു. ഈ യുദ്ധത്തിൽ കൊല്ലാൻ ഇടയാവും. അപ്പോൾ അവരെ കൊല്ലാൻ എനിക്ക് പറ്റത്തില്ല. അവരെ കൊല്ലാതെ എനിക്ക് ഭിക്ഷ എടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പവുമില്ല. അവരെന്നെ ആയുധമില്ലാത്ത എന്നെ കൊല്ലുന്നതാണ് എനിക്ക് ശ്രേയസ്കരമെന്ന് ഞാൻ കരുതുന്നു എന്നൊക്കെ ഒരു കൂട്ടം പരിദേവനങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടാണ് യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിശബ്ദനായി തേർത്തട്ടിൽ അർജുനരുന്ന് അവിടുന്ന് അർജുനനെ ഉണർത്താൻ വേണ്ടി, ആ ദൗർബല്യത്തെ അർജുനിൽ നിന്ന് നീക്കി അർജുനനെ വീണ്ടും യുദ്ധോദ്യുക്തകനാക്കാൻ വേണ്ടി കൃഷ്ണൻ പറയുന്ന വാക്കുകളാണ് 2:11 മുതൽ 2:24 വരെയുള്ളത്. ആദ്യമായിട്ട് മനഃശാസ്ത്രപരമായിട്ടാണ് കൃഷ്ണൻ സമീപിക്കുന്നത്. ആദ്യം അർജുനനോട് പറയുന്നു, നീ ആരെയും കൊല്ലാൻ പോകുന്നില്ല. ഒരു ഷോക്ക് ട്രീറ്റ്മെൻ്റ് പോലെയാണ് ആ വാക്കുകൾ ചെല്ലുന്നത്. നീ ആരെയാണ് കൊല്ലുന്നത്? നിനക്കാരെയും കൊല്ലാൻ പറ്റത്തില്ല. കാരണം ഈ കാണുന്നവരെല്ലാം ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല. അവരിനിയും ഒരിക്കലും ഇല്ലാതാവുകയുമില്ല. ഇവരെല്ലാം ആത്മാവും ഏകമായ ആത്മാവ് മാത്രമാണ്. ഇവരെ ഒന്നും നശിപ്പിക്കാൻ പറ്റത്തില്ല. അന്തവന്ത ഇമേ ദേഹ, അത് 2:18 പറയുന്നു. അന്തവന്ത ഇമേ ദേഹ നിത്യശോക്ത ശരീരിണക. ഇപ്പം 2 അംശങ്ങളാണ് ഓരോ വ്യക്തിയിലുമുള്ളത്, ദേഹവും ദേഹിയും. ദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് തന്നെയാണ്. ആത്മാവിൻ്റെ ഒരു ഭൗതിക രൂപപ്രകടനമാണ് ഓരോ വ്യക്തിയും ഓരോ വസ്തുവും എന്നാണ് ഗീതയും ഉപനിഷത്തുകളും നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. ഇവിടെ അപ്പോൾ ഒരു ആത്മാവാണ്, എല്ലാവരും ആത്മാവായതുകൊണ്ട് ആരെയും നീ കൊല്ലുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ആരെയും എന്ത് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ചെയ്യാമെന്നാണോ? അല്ല. കൊല്ലാൻ പറ്റാത്തത് ഈ ഒരു വ്യക്തിയിലെ 2 അംശങ്ങളുള്ളതിൽ, അത് ആത്മാംശവും അത് ഭൗതിക അംശവും ഉള്ളതിൽ ആത്മാംശത്തിനെ കൊല്ലാൻ പറ്റത്തില്ല. ആത്മാവ് തന്നെയാണ് എല്ലാവരും ആത്മാവ് തന്നെയാണ്. വിവിധ രൂപങ്ങളിൽ പ്രത്യക്ഷമാകുന്നു എന്നുള്ളതേ ഉള്ളൂ. നമ്മളൊരു വിവിധ വസ്ത്രങ്ങൾ അണിഞ്ഞിറങ്ങുന്നത്, വെളിയിലേക്ക് ഇറങ്ങുന്നത് പോലെയുള്ളൊരു വ്യത്യാസമുള്ളൂ. ആളൊന്നു തന്നെ, പക്ഷെ വസ്ത്രം വ്യത്യസ്തമാണെന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ശരീരം വ്യത്യസ്തമാണെന്നുള്ളതേ ഉള്ളൂ. എല്ലാവരിലും ഉള്ളത് ഒരേ ഒരു ആള് തന്നെയാണ്, ഒരേ ഒരു ചൈതന്യം തന്നെയാണ്. അതിനെ ആർക്കും ഛേദിക്കാൻ പറ്റത്തില്ല, ദഹിപ്പിക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റത്തില്ല. അത് നിത്യമായ ചൈതന്യം, അവ്വികാരിയോയമാണ്, യാതൊരു മാറ്റവും പറ്റാത്തതാണ്. അതാണ് 2:25 ശ്ലോകത്തിൽ പറയുന്നത് തന്നെ. അവ്യക്തോയം അചിന്യോയം അവ്വികാരിയോയം ഉച്ചതി. അവ്വികാര്യമാണ്, അവ്യക്തമാണ്. അതായത് ആത്മാവ് അവ്യക്തമാണ്. അത് വ്യക്തമാകുന്ന എപ്പോഴാണ്? ഒരു ബോഡി, ഒരു ഭൗതിക ശരീരം അതിന് ശരീരത്തിലൂടെ അത് പ്രകടമാകുമ്പോൾ അതാണ് അതിൻ്റെ വ്യക്തമായ ആവശ്യം, വ്യക്തിരൂപം. അപ്പോഴാണ് അത് ആർജിക്കുന്നത്. ആ വ്യക്തിരൂപം കളഞ്ഞിട്ട് അവ്യക്താദീനി ഭൂതാനി, ഈ അവ്യക്തത്തിൽ നിന്നാണ് എല്ലാവരും ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ വ്യക്തമധ്യാനി ഭാരത, ഈ ശരീരത്തോടുകൂടി ഇരിക്കുമ്പം വ്യക്തമായിട്ടുള്ള ഒരു വ്യക്തിഭാവം അതിന് വരുന്നു. അപ്പോഴും മാത്രമാണ് വ്യക്തി എന്ന ഭാവം അതിനുള്ളത്. അത് കഴിഞ്ഞാൽ അവ്യക്ത നിധനാന്യേവ, അവ്യക്തത്തിൽ തന്നെ അയാൾ ചെന്ന് ചേരുകയാണ്. അതാണ് എത്രയിലാണ് പറയുന്നത്? 2:28 പറയുന്നത്. 2:28 പറയുന്നു എന്താണ്? അവ്യക്താദീനി ഭൂതാനി അവ്യക്തമധ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്രക പരിദേവന. എന്തിനാണ് പിന്നെ നീ ദുഃഖിക്കുന്നത്? അപ്പൊ ഈ വ്യക്തമധ്യാനി, അപ്പൊ അവിടെ വ്യക്തമായിട്ടുള്ള, അതായത് ശരീരത്തോടു കൂടി ഇരിക്കുമ്പോൾ എന്തുമായാലും ആളുകൾക്ക് അന്നേരം 2 അംശങ്ങളുണ്ടല്ലോ.
അപ്പോൾ ആത്മാവിന് ശരി കൊല്ലാൻ പറ്റത്തില്ല, അപ്പോൾ അതിനെക്കുറിച്ച് പരിദേവനം വേണ്ട. പക്ഷേ ഈ ശരീരമുണ്ടല്ലോ, ശരീരത്തെ നശിപ്പിക്കാമല്ലോ, ശരീരത്തിന് കോട്ടം തട്ടിക്കാമല്ലോ, അതിനൊരു ശിക്ഷ വേണ്ടേ? അതെപ്പോഴാണ് തെറ്റാകുന്നത്? അതെപ്പോഴാണ് ശരിയാകുന്നത്? അതിനെപ്പോഴാണ് പാപം ഉണ്ടാകുന്നത്? എപ്പോഴാണ് ഒരു പാപ ഭയവുമില്ലാതെ ഒരാളുടെ ശരീരത്തിന് കോട്ടം തട്ടിക്കാവുന്നത്, ശരീരത്തെ നശിപ്പിക്കാവുന്നത് എപ്പോഴാണ്? ശരീരം എന്തുപോലും നശിക്കുന്നതാണ്, അപ്പോൾ അതിനെ നശിപ്പിക്കാനും പറ്റും. ആരെങ്കിലും വിചാരിച്ചാൽ നമ്മളെ വെട്ടിയോ അടിക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പം അതിനൊരു ശിക്ഷ വേണ്ടേ? അത് വെറുതെ ഇത് ഇയാൾ ആത്മാവല്ലേ, ഇയാളെ ഞാനിങ്ങനെ 2 അടി കൊടുത്തു, അതിനെന്തുകൊണ്ട് പ്രശ്നം? അയാളെ ഒന്നും ദ്രോഹിക്കുന്നത് അതല്ല. ആത്മാവാണ് ഞാൻ, പക്ഷേ ഈ രൂപത്തിലിരിക്കുന്നു, ഈ ഭൗതിക രൂപത്തിൽ, ഈ ഭൗതിക രൂപം എൻ്റെതാണ്. അപ്പൊ ഇതിൽ എൻ്റെ ഒരു നശിക്കുന്നതായിട്ടുള്ള ഈ ഭൗതിക രൂപത്തിൽ എനിക്ക് പീഡനമേൽക്കുമ്പോൾ എനിക്ക് അപ്പൊ എനിക്ക് അങ്ങനെ പീഡനം ഏൽപ്പിക്കാൻ എപ്പോഴാണ് ആർക്കാണ് അവകാശമുള്ളത്? അതാണ് ഇവിടുത്തെ ചോദ്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു പീഡനം ഏൽപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പാപത്തിൽ നിന്ന് മുക്തനായി നിൽക്കാൻ കഴിയുന്നത് എപ്പോൾ, എങ്ങനെ ചെയ്താലാണ്? അതാണ് ഇനി കർമ്മയോഗം എന്നും പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത് രണ്ടും കൂടെ പറയണം, ഒരെണ്ണം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. അവന് ആത്മാവാണ്, അവന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ആത്മാവ് മാത്രമല്ല, ഒരു രൂപം പ്രകടനമുണ്ട്, ഒരു വ്യക്തിരൂപം കൊണ്ടുണ്ട് അയാൾക്ക്. അപ്പോൾ ഒരു വ്യക്തിഭാവമുണ്ട്. ആ ഭൗതിക ശരീരത്തിൽ ഏൽപ്പിക്കുന്ന ദണ്ഡങ്ങൾക്ക് എന്തെങ്കിലും ശിക്ഷയാകാം, ചിലപ്പോൾ ശിക്ഷയാകില്ല. അത് ഞാൻ ഇന്നലെ ഒരു ഉദാഹരണം പറഞ്ഞു. ഒരു പട്ടാളക്കാരൻ ഒരു ശത്രുവിനെ വെടിവെച്ച് വന്നു കഴിഞ്ഞാൽ അതൊരു ശിക്ഷയാകത്തില്ല, അനുമോദനീയമായിട്ടുള്ള ഒരു പ്രവൃത്തി ആകുള്ളൂ. അല്ലാത്തപ്പോൾ എപ്പോഴാണ്? അപ്പം അയാൾക്ക് പാപം വെക്കുന്നില്ല. എന്തുകൊണ്ടാണ് പാപം? എന്താണ് പാപം? പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മതത്വം എന്താണ്? സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കാനുള്ള പ്രേരണ, ചിത്തെന്ന് പറഞ്ഞാൽ അറിയാനും അറിയിക്കുവാനുള്ള പ്രേരണ, ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സുഖം തേടാനുള്ള പ്രേരണ. ഇങ്ങനെ 3 പ്രേരണകൾ ഒന്നിച്ചു ചേർന്നാണ് ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും നയിക്കുന്നത്, സകല ജീവികളെയും നയിക്കുന്ന ഇത് 3 എണ്ണമാണ്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും ഒന്നിനോ അല്ലെങ്കിൽ 2നോ 3നോ കൂടിയാണ് ഈ ലോകത്തിലെ എല്ലാ കർമ്മങ്ങളും ചെയ്യപ്പെടുന്നത്. അത് നമ്മൾ നോക്കണം. അതിൽ നിന്നാണ് നമ്മുടെ പൂർവികർ ഇത് ഓമാണ്, സച്ചിദാനന്ദമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സാരം എന്ന് കണ്ടെത്തിയത്. അതിനാണ് അവർ ആത്മാവ്, അതാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് തന്നെ, ഞാൻ തന്നെ എന്നുള്ള അർത്ഥത്തിലാണ്. അപ്പം അതാണ് സച്ചിദാനന്ദമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളിലും നിറഞ്ഞു നിൽക്കുന്നത്, എല്ലാ ജീവികളെയും വസ്തുക്കളെയും മുന്നോട്ട് നയിക്കുന്നത്, ഉള്ളിൽ നിന്ന് നിയന്ത്രിക്കുന്നത്. ഈ പ്രിൻസിപ്പിൾ നടപ്പിലാക്കിക്കൊണ്ട് ഇതാണ് ലോകത്തിൻ്റെ കർമ്മതത്വം. ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ആരെവിടെ ഇരുന്ന് എന്ത് കർമ്മം ചെയ്താലും, ഇതിൽ വിശ്വസിക്കുന്നതിനാണെങ്കിലും ഭാരതീയനാണെങ്കിലും അല്ലെങ്കിലും ഹിന്ദുവാണെങ്കിലും അല്ലെങ്കിലും ആരായാലും അയാളെ ഭരിക്കുന്ന തത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത് ചിത് ആനന്ദമാണ്. ഇയാളെ ഈ 3-ൽ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയാണ് അയാൾ എല്ലാ പ്രവൃത്തികളും ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവരിലും അത് തന്നെയാണല്ലോ നിലനിൽക്കുന്നത്. എന്നിലും ആ തത്വം തന്നെയാണ് പ്രവർത്തിക്കുന്നത്, അടുത്ത് നിൽക്കുന്ന വേറൊരാളിലും ആ തത്വം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പൊ അയാൾക്ക് നിലനിൽക്കണം. അതിന് എന്നെ കൊല്ലാൻ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നിലനിൽക്കണ്ടേ? അപ്പൊ അത് ആത്മതത്വത്തിന്റെ നിഷേധമാകും. അപ്പൊ അന്നേരം അങ്ങനെ ആത്മതത്വത്തിന്റെ നിഷേധമായിട്ട് വരുന്ന കർമ്മങ്ങളാണ് പാപം. ആ പാപം കേൾക്കാൻ പാടില്ല. അപ്പൊ ആത്മതത്വത്തിന്റെ നിഷേധമായിട്ട് എപ്പോഴാണ് കർമ്മങ്ങൾ വരുന്നത്? കാരണം എന്ന് പറഞ്ഞാൽ ഈ ആത്മതത്വത്തിന്റെ തത്വത്തെ നടപ്പിലാക്കാൻ വേണ്ടി, അതിൻ്റെ ആ തത്വങ്ങൾ നടപ്പിലാകുന്നതിന് വേണ്ടി ചെയ്യപ്പെടുന്ന കർമ്മങ്ങളാണ്. അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യപ്പെടുന്നു അതാണ് ധർമ്മം എന്ന് പറയുന്നത്. ധർമ്മവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അതിനെ തടയാൻ ഭഗവാൻ തന്നെ അവതരിക്കുമെന്നാണ് ഈ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുള്ളത്. 4-ാം അധ്യായത്തിൽ അതാണ് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ട്, പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അപ്പം അങ്ങനെ വരുന്നുണ്ട്. അപ്പം ധർമ്മത്തെ സംരക്ഷിക്കണം. ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്?
ഈ സത്ത് ചിത്ത് ആനന്ദ തത്വത്തിന് അനുരൂപമായ പ്രവൃത്തികളാണ്. അത് വേണം. അപ്പോൾ ഒരാളിൻ്റെ അവകാശത്തെ സച്ചിദാനന്ദ തത്വത്തെ ഖണ്ഡിക്കുന്ന രീതിയിൽ വേറൊരാൾ കർമ്മം ചെയ്യാൻ പാടില്ല. എന്നാൽ ഒരാൾക്ക് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലംഘനം തീർച്ചയായിട്ടും അവിടെ ഉണ്ടാകും. അത് അത്യാഗ്രഹം കൊണ്ടാകരുത്, സ്വാർത്ഥത കൊണ്ടാകരുത്, അവന് ആവശ്യമുള്ളതിന് മാത്രം. അതാണ് ഈ നമ്മുടെ ഈശാവാസ്യത്തിൽ പറയുന്നത്, നിനക്ക് ആവശ്യമുള്ളത് നീ എടുക്കുക, ബാക്കി അവിടെ ഇട്ടേക്കുക. അപ്പൊ അത് ന്യായമായിട്ടുള്ള ഒരു കാര്യം. അതല്ല എല്ലാം കൂടെ നിനക്ക് അവരുടെ ജീവിക്കാനുള്ള അവകാശം കൊണ്ട്, അന്യരുടെ ജീവിക്കാനുള്ള അവകാശം കൂടെ അവഗണിച്ചുകൊണ്ട് നീ എല്ലാം വാരി കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നീ ചെയ്യുന്നത് അധർമ്മമാണ്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യണം, അതിനെ തടയണം. അതിന് നിന്നെ ദേഹോദ്ര ഏൽപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതും ചെയ്യാം. അതാണ് നമ്മളുടെ തത്വം. അപ്പൊ എപ്പോഴും ഈ ധർമ്മത്തെ അനുസരിച്ചുള്ള പ്രവൃത്തികളാണ് ചെയ്യേണ്ടത്. അങ്ങനെ ധർമ്മത്തെ അനുസരിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനെയാണ് പുണ്യം എന്ന് പറയുന്നത്. പക്ഷെ ഇതൊക്കെ ഈ തത്വം, ധർമ്മം എന്ന് പറയുന്ന തത്വം ആരും അറിയാതെ ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ നിത്യവും സദാസമയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടൊക്കെ ധർമ്മലംഘനം ഉണ്ടാകുന്നു അതൊന്നും ഏതെങ്കിലും ഒരു ഈശ്വരൻ വേറെ എവിടെങ്കിലും ഇരുന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ആ രീതിയിലാണ് ഈ പ്രപഞ്ചം സംവിധാനം ചെയ്തിരിക്കുന്നത്, ആ രീതിയിലാണ് ഈ പ്രപഞ്ചം പ്രവർത്തിക്കുന്നത്, ആ രീതിയിലാണ് ഈ തത്വത്തിൻ്റെ പ്രവർത്തനം. അപ്പം വേറെ ആരും വേണ്ട, ഈ തത്വം തനിയെ പ്രവർത്തിച്ചോളൂ. ഇപ്പൊ എവിടെയൊക്കെ ധർമ്മലംഘനം ഉണ്ടാകുന്നു അതിനെയൊക്കെ ഇല്ലാതാക്കാൻ, അത് ഈ തത്വത്തിൻ്റെ ഒരു ലംഘനമാണ്. തീർച്ചയായിട്ടും അവിടെ ഇടപെടലുണ്ടാകും. അത് അപ്പോൾ ഒരു കുഴി ഉണ്ടായാലും അങ്ങോട്ട് വെള്ളം പോയി അതെല്ലാം നകന്നു വരുന്നത് പോലെ, ആ വെള്ളം അവിടെ ഒരു ലെവൽ നേടുന്നത് പോലെ, അതുപോലെ ഈ ഒരു ലെവലിങ് എപ്പോഴും ഉണ്ടാകും. എവിടെങ്കിലും ഒരു ആ ലെവലിങ്ങിന് വിരുദ്ധമായിട്ടൊന്ന് നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഫോഴ്സ് അവിടെ പ്രയോഗിച്ചു, ഫോഴ്സ് അവിടെ കടന്നു ചെല്ലുന്നു, എന്നിട്ട് ഈ ലെവല് കൃത്യമാക്കി വെക്കുന്നു. ഇതുണ്ടാകും. അപ്പൊ ഇവിടെ അർജുനൻ എങ്ങനെയാണ്? പാപം ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അർജുനൻ യുദ്ധം ചെയ്യുന്നത് പാപമാണോ അല്ലയോ? അങ്ങനെ യുദ്ധം ചെയ്യുന്നത് ബന്ധുക്കളെ കൊല്ലുന്നത് പാപമാണെന്നൊന്നും ആർക്കും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ബന്ധുക്കൾ അധർമ്മം ചെയ്താൽ അതിന് ശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കണം. ഏതൊരു വ്യക്തിയുടെയും കടമയാണ്. പക്ഷെ ഇവിടെ ക്ഷത്രിയനായിട്ടുള്ള ഒരുവൻ, അമ്പും വില്ലുമായിട്ട് നിൽക്കുന്ന ഒരുവന്റെ ആദ്യ കടമയാണത്. അധർമ്മത്തെ നിഹനിക്കുക, അടിച്ചമർത്തുക, അതിന് പിന്തുണ കൊടുക്കുന്നത്. അധർമ്മത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് ആരൊക്കെ നിൽക്കുന്നുവോ അവരെയൊക്കെ എതിർക്കണം, അവരെയൊക്കെ യുദ്ധത്തിൽ തോൽപ്പിക്കണം. അതാണ് കൃഷ്ണൻ പറയുന്നത്. അപ്പം നിന്റെ മാത്രം സുഖം നോക്കി അല്ല നീ കർമ്മം ചെയ്യുന്നതെങ്കിൽ, സുഖവും ദുഃഖവും നിനക്ക് തുല്യമായിട്ട് നീ കണക്കാക്കാമെങ്കിൽ തീർച്ചയായിട്ടും നീ ചെയ്യുന്നത് പാപമായി വരില്ല. നിനക്ക് പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് സുഖത്തിന് വേണ്ടി അല്ലെങ്കിൽ, ലോകത്തിൻ്റെ മുഴുവൻ സുഖത്തിന് വേണ്ടിയാണെങ്കിൽ, അതായത് ഈ സച്ചിദാനന്ദ തത്വത്തിന് വേണ്ടിയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് ഒരു പാപവും ഏൽക്കില്ല. ഇത് ശ്രീനാരായണ ഗുരു അദ്ദേഹത്തിൻ്റെ ആത്മോപദേശത്തിൽ ഒരു ശ്ലോകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവയെ അവരെന്നു സുഖത്തിനായി വരയണം എന്നാണ് പറഞ്ഞത്. വളരെ ഒരു നക്ഷലിൽ ഈ തത്വം ഒതുക്കിയിരിക്കുകയാണ്. അതിന് 24ാമത്തെ ശ്ലോകമാണെന്നാണ് എൻ്റെ ഓർമ്മ. 24ാമത്തെ ശ്ലോകം, അതിലെ ആദ്യത്തെ 2 വരികൾ എന്ന് പറഞ്ഞാൽ, അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, ആത്മാവിൻ്റെ രൂപമാണ് ഈ ഓരോരോ വ്യക്തികളായിട്ട് കാണുന്നതെന്ന് എല്ലാ തത്വങ്ങളും വന്നു. ശ്രീനാരായണ ഒരു 4 വരി പദ്യത്തിൽ ആത്മോപദേശത്തിൽ എഴുതിയിരിക്കുകയാണ്. ഈ കാണുന്ന എല്ലാ ആത്മാവിൻ്റെ രൂപങ്ങൾ തന്നെയാണ്. അപ്പൊ അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, ആദിയിൽ ഈ ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ആത്മാവിൻ്റെ രൂപങ്ങളാണിതെല്ലാം. അത് ശ്വേതാശ്വതരൂപനിഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയണം. 4:10 വളരെ വ്യക്തമായിട്ട്, ഈ ലോകത്തിലെ എല്ലാ ഭൂതങ്ങളും സത്യാസ്യ അവയവഭൂതൈസ്തു വ്യാപ്തം സർവമിതം ജഗത് എന്നാണ് പറയുന്നത്. മായാം തു പ്രകൃതിം വിദ്ധി മായനം തു മഹേശ്വരഃ. മായാവി മഹേശ്വരനാണ്. അദ്ദേഹത്തിൻ്റെ ശരീരങ്ങളാണ് എല്ലാ ഭൂതങ്ങളും. ആ ശരീരങ്ങളെ കൊണ്ടാണ് ഈ ജഗത്ത് മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. അതാണ്
ശ്വേതാശ്വതര ഉപനിഷത്ത് 4:10 പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ ഭൂതങ്ങൾക്കും നിലനിൽക്കാനുള്ള അവസരം ഉണ്ടാവണം. ഒന്നിൻ്റെയും ഇത് അളവിൽ കവിഞ്ഞ് അവനവൻ്റെ നിലവിൽ പുറപ്പാക്കാൻ വേണ്ടി ഉള്ള അളവും കവിഞ്ഞിട്ട് ആരെയും ദ്രോഹിക്കാൻ പാടില്ല. അതാണ് ഉപനിഷത്തുകളെല്ലാം പറഞ്ഞ് ഈ ചവച്ച ഉപനിഷത്ത് ഞാൻ പറഞ്ഞു. അതെല്ലാം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിലനിന്നു, അതിനുള്ളതൊക്കെ നീ ഇവിടുന്ന് എടുത്തു, പക്ഷെ അതിനപ്പുറം ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവിടെ ധാർത്തരാഷ്ട്രന്മാർ, ദുര്യോധനാദികൾ അവരൊക്കെ ചെയ്തതെന്താണ്? എവർക്കുള്ള അവകാശം കൊണ്ട് അവർ കവർന്നു. തർക്കമുണ്ട്, ശരി, പക്ഷെ എവർക്കും ഒരു കുറച്ച് ഭാഗങ്ങൾ രാജ്യത്തിന് കൊടുക്കണ്ടേ? അവർക്കും ഒരു അവകാശം രാജ്യത്തിന്മേലില്ലേ? അത് മാത്രമാണോ? ഇവർ എന്തെല്ലാം ചെയ്തു ഇവരെ നശിപ്പിക്കാനായിട്ട്. അപ്പൊ അതൊക്കെ അധർമ്മമല്ലേ? അതിനെയൊക്കെ അടിച്ചമർത്തണ്ടേ? പക്ഷെ ഗുരുവും പിതാമഹനുമൊക്കെ അവരുടെ പക്ഷത്ത് അവർക്ക് നിൽക്കേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഭീഷ്മര് പ്രതിജ്ഞയുടെ പേരിൽ ഈ ധാർത്തരാഷ്ട്രന്മാരുടെ കൂടെ നിൽക്കുന്നത്. ഹസ്തിനാപുരിയിലെ രാജാധികാരത്തെ അവസാനം വരെയും കാത്തുകൊള്ളാം എന്നുള്ളതാണ് പ്രതിജ്ഞ. അപ്പൊ അതിൻ്റെ പേരിലാണ് അദ്ദേഹം നിൽക്കുന്നത്. അതേസമയം ഈ ദ്രോണർ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ദ്രോണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം തെണ്ടിത്തിരിഞ്ഞ് അവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് കൊട്ടാരം കൊടുത്തു, ജീവിക്കാനുള്ള എല്ലാ വകകളും കൊടുത്തു. അപ്പൊ അങ്ങനെ അദ്ദേഹത്തെ പുനരധിവസിപ്പിച്ച ഒരു രാജവംശമാണ് ഹസ്തിനപുര രാജവംശം. ഹസ്തിനപുരം രാജധാനി എന്ന് വേണമെങ്കിൽ പറയാം, രാജാവ്. ആ രാജാവിനോടുള്ള കൂറ് കൊണ്ടാണ് അദ്ദേഹവും മകനുമൊക്കെ കൗരവപക്ഷത്ത് നിൽക്കുന്നത്. അപ്പൊ എങ്ങനെയായാലും അവർ അധർമ്മത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. ഇവരാരും കൗരവന്മാർ ജയിക്കട്ടെ അല്ലെങ്കിൽ പാണ്ഡവന്മാർ ജയിക്കട്ടെ എന്നല്ല. ഗാന്ധാരി പോലും പറയുന്നത് അങ്ങനെ, എൻ്റെ മക്കൾ ജയിക്കട്ടെ എന്ന്. യഥോ ധർമ്മ തഥോ ജയ ജയഹ. അതാണ് ധർമ്മം എവിടെയുണ്ട് അവിടെ ജയിക്കട്ടെ എന്നുള്ളതാണ്. ധർമ്മം എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ പറഞ്ഞു. അപ്പൊ ഇവിടെ ധർമ്മലംഘനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ശരീരങ്ങളിൽ പീഡനമേൽപ്പിക്കുന്നത് കൊണ്ട്, അവരെ കൊല്ലുന്നത് കൊണ്ട് ഒരു പാപവും വരാതിരിക്കാം. എപ്പോൾ നീ അത് സ്വന്തം സുഖം മാത്രം നോക്കിയല്ല ചെയ്യുന്നെങ്കിൽ, നിന്റെ ജയവും പരാജയവും അല്ല കണക്കാക്കുന്നെങ്കിൽ, നിന്റെ ലാഭവും നഷ്ടവുമല്ല കണക്കാക്കുന്നെങ്കിൽ, അതായത് ലോകത്തിന് വേണ്ടിയാണ്, ലോകത്തെ നീതിക്ക് വേണ്ടി, ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്, ധർമ്മം നടന്നു പോകുന്നതിന് വേണ്ടിയാണ് നീ അത് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് പാപമേൽക്കില്ല. കാരണം എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ സംരക്ഷിക്കുകയാണ്, അതൊരു പാപമല്ല. അതാണ് കൃഷ്ണൻ അർജുനനോട് 2:38 ശ്ലോകത്തിൽ പറയുന്നത്. സുഖദുഃഖേ സമേ കൃത്വ ലാഭാലാഭോ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. അതായത് ഈ സുഖദുഃഖങ്ങളെ സമമായിട്ട് കാണുക. അങ്ങനെ കാണണമെങ്കിൽ എന്ത് വേണം? നമുക്കൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അഴിമതി നടത്തുന്നവന് തീർച്ചയായിട്ടും അഴിമതിയിൽ മാത്രമാണ് നോട്ടം. അതല്ല പാലം നന്നായിട്ടിരിക്കട്ടെ എന്നുള്ളതല്ല. എന്നിട്ട് ആ ജോലി അങ്ങനെ ചെയ്തിട്ട് അതിനകത്തുനിന്ന് എന്തെങ്കിലും മിച്ചം കിട്ടുകയാണെങ്കിൽ അവൻ എടുക്കട്ടെ, അതിനകത്തൊരു കുഴപ്പമില്ല. ലാഭാലാഭവും, ലാഭവും അതുപോലെ നഷ്ടവും ജയവും പരാജയവും ഇതൊക്കെ സമമായിട്ട് നിനക്ക് കാണണം. അങ്ങനെ കണ്ടുകൊണ്ട് നീ യുദ്ധത്തിനായിട്ട് തയ്യാറെടുക്കുക, നിനക്ക് പാപം ബാധിക്കത്തില്ല. അതാണ് ഇതിനകത്ത് പറയുന്നത്. അപ്പോൾ അതാണ് ഈ ആത്മാവാണ് എല്ലാവരും എന്ന് പറഞ്ഞുകൊണ്ട് ആരെയും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതല്ല. ആത്മാവ് ഈ രൂപത്തിലിരിക്കുന്നതുകൊണ്ടാണ് അയാളെ എന്തെങ്കിലും ചെയ്യേണ്ടി വരുന്നത്, അയാൾക്ക് എന്തെങ്കിലും കർമ്മം ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ടാണ് അയാൾ ചെയ്യുന്ന കർമ്മം സമൂഹത്തിന്റെ നിലനിൽപ്പിന് വിരുദ്ധമാണെങ്കിൽ അയാളെ ചോദ്യം ചെയ്യണം, അയാളെ എതിർക്കണം, അയാളെ രംഗത്ത് നീക്കേണ്ടത് അത്യാവശ്യമാണെന്ന് വന്നു കഴിഞ്ഞാൽ അതും ചെയ്യണം. അതാണ് ഒരു യോദ്ധാവിന്റെ കടമ. അപ്പൊ ഇത് പറഞ്ഞ് ഇതാണ് വാസ്തവത്തിൽ ഈ കർമ്മയോഗത്തിന്റെ അടിക്കല്ലിട്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിനു മുമ്പ് കൃഷ്ണൻ പറയുന്നുണ്ട്, നിന്നെ ഒരുപാട് ബഹുമാനിച്ച ആളുകളുണ്ട്, നീ വെറുതെ യുദ്ധം ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് മാറി എന്ന് കഴിഞ്ഞാൽ നിന്നെ അവര് ഭീരു എന്ന് വിളിക്കും, പേടിച്ച് യുദ്ധത്തിൽ നിന്ന് പിന്മാറിയതാണെന്ന് വിചാരിക്കും. അത് വേണോ? അത് നിനക്ക് ഭയങ്കര മോശമല്ലേ, നിനക്ക് അപമാനകരമല്ലേ? നിന്നെ വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കാണുന്ന നിന്റെ ഗുരുജനങ്ങൾ, പിതാമഹൻ എല്ലാവരും നിന്നെ പുച്ഛിച്ച് മോശം പറയത്തില്ലേ? അതുകൊണ്ട് നീ യുദ്ധത്തിനായിട്ട് എഴുന്നേറ്റ് വരൂ എന്നാണ് പറയുന്നത്. ഇത് ചെയ്താൽ മതി.
സുഖദുഃഖങ്ങളെയൊക്കെ സമമായിട്ട് കണ്ടാൽ മതി. നിനക്കെന്ത് ലാഭമുണ്ട് നഷ്ടമുണ്ടോ എന്ന് നോക്കണ്ട. നിനക്ക് രാജ്യം കിട്ടുമോ അതൊന്നും നോക്കണ്ട. നീ നിന്റെ ഗുരുക്കന്മാരെ ഗുരുവിനെയും പിതാമഹനെയും കൊല്ലേണ്ടി വരുന്നോ എന്നുള്ളതല്ല നോക്കണ്ടേ. ധർമ്മ സംസ്ഥാപനം, ധർമ്മം നിലനിർത്താൻ വേണ്ടിയുള്ളതായിരിക്കണം. അതാണ് നീ നോക്കേണ്ടത്. നീ ഒരു ക്ഷത്രിയനല്ലേ, ക്ഷത്രിയർക്ക് ഇതുപോലുള്ള യുദ്ധം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ സ്വർഗത്ത് പോകാനുള്ള ഒരു മാർഗമല്ലേ. നീ അതൊരു വിശ്വാസപരമായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞ് അവനെ ഉത്തേജിപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ് ഈ സുഖദുഃഖേ സമീകൃത്വ ലാഭാലാഭോ ജയാ ജയവും തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അപാപ്സ്യസി. എന്നിട്ട് സാങ്കേബുദ്ധി കഴിഞ്ഞു. എന്നിട്ട് ഇപ്പം പറയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ ഇതും ആ കൂട്ടത്തിൽപ്പെട്ടതാണ്. അതിന്റെ തുടക്കം കുറിച്ചിട്ട് കൃഷ്ണൻ പറയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ യോഗബുദ്ധിയാണ്, കർമ്മയോഗമാണ്. ആ കർമ്മയോഗം, ആ യോഗബുദ്ധി എത്രത്തോളം നിനക്കുണ്ടോ അത്രത്തോളം നിനക്ക് നല്ലതാണ്. അത് കുറച്ച് നാളെ ഇതൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ കുറച്ചെങ്കിലും നീ അത് നോക്കുകയാണെങ്കിൽ അതുകൊണ്ടൊരു കുഴപ്പവും വരത്തില്ല. നീ പിന്നെ അതിൽ പിന്മാറുകയാണെങ്കിലും ഈ ചെയ്തതിലൊന്നും ഒരു കുഴപ്പവും വരുത്തില്ല. അതിൽ നിന്നുള്ള നിനക്ക് പാപങ്ങളൊന്നും ഏൽക്കത്തില്ല. ഈ ബുദ്ധിയിൽ നിന്ന് നീ വ്യതിലിച്ചു പോയാൽ തീർച്ചയായിട്ടും നിനക്ക് പാപമേൽക്കും. അപ്പൊ അത് എന്നിട്ട് ഈ ബുദ്ധി ആകെ ഒരെണ്ണേ ഉള്ളൂ, ഒരേ ഒരു ഒരു രീതിയേ ഉള്ളൂ, ഒരു പാതയേ ഉള്ളൂ ഈ ബുദ്ധിക്ക്, യോഗബുദ്ധിക്ക്. അത് കർമ്മയോഗത്തിന് ഒരു തത്വമേ ഉള്ളൂ. അതായത് സ്വന്തം ലാഭം നോക്കാതെ, ഫലത്തിന്മേൽ അമിതമായ ഇച്ഛ വെക്കാതെ, ഫലത്തിന് പറഞ്ഞ് തനിക്ക് എന്ത് കിട്ടും എന്ന് നോക്കാതെ നിസ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യുക, നിസ്സംഗനായിട്ട് കർമ്മം ചെയ്യുക. ഇതാണ് കർമ്മയോഗത്തിന്റെ അടിസ്ഥാനം. ഈ ഒറ്റ തത്വമേ ഉള്ളൂ. അപ്പൊ നിനക്കെന്ത് കിട്ടുമെന്ന് നീ നോക്കുന്നില്ല. അപ്പൊ ഓരോ ഭൗതിക ഭോഗങ്ങൾ വരുന്നുണ്ടോ പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കുന്ന വേറെ കുറെ ആൾക്കാരുണ്ട്. അതിനായിട്ട് ഇന്നത് ചെയ്താൽ ഇത് ചെയ്തിട്ട് നമ്മൾ അമ്പലങ്ങളില് നേർച്ച പലക കണ്ടിട്ട് നേർച്ചയുടെ ഒരു ലിസ്റ്റ് എഴുതിയിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇന്ന നേർച്ച ചെയ്താൽ ഇന്ന ഫലം കിട്ടും, ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെ പറഞ്ഞ ആളുകളെ ആകർഷിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഭോഗസുഖങ്ങൾ നൽകുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശുപാർശയാണ് അവർ ചെയ്യാൻ പോകുന്നത്, അതിനുവേണ്ടിയുള്ള പൈസയാണ് അവർ വാങ്ങിക്കുന്നത്. അതുകൊണ്ടൊന്നും അവരെ ഒന്നും വിശ്വസിക്കാൻ പാടില്ലെന്നാണ്. അങ്ങനെയുള്ള ഈ വേദ നിർദ്ദേശങ്ങൾ, വാദികളാണ് അവർ, വേദവാദികളാണ്. വേദത്തിലെ ഈ കർമ്മ പദ്ധതികളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് അവർക്ക് വലിയ കാര്യം. അതാണ് അവർക്ക് ഈ തത്വം പഠിക്കണമെന്നുള്ളതല്ല. അതാണ് അവനകത്ത് ഏറ്റവും വലിയ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയൊരു വീഴ്ചയുടെ കാരണം. അതാണ് അമ്പലത്തിൽ പോയി നേർച്ച നേർന്ന് കാര്യം സാധിക്കുക എന്നുള്ള വിചാരം അവർക്ക് വിടാൻ പറ്റുന്നില്ലെങ്കിൽ അവർ വിനാശത്തിലേക്കേ പോവുള്ളൂ. അവർക്ക് ഈ ഏകമായ ഈ ബുദ്ധി, യോഗബുദ്ധി അവർക്കുണ്ടാവണം. അത് നേടാൻ അവിടെ ശ്രമിക്കേണ്ടത്. അത് പരിശീലനം കൊണ്ട് നേടണം. അവർ ഈ കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് മാറ്റിവെക്കണം. എന്നിട്ട് അവര് ഒരു ക്ലീൻ സ്ലേറ്റിൽ ഇത് പഠിക്കണം. കർമ്മയോഗം പഠിക്കണം. അതാണ് വേണ്ടത്. കർമ്മയോഗം എന്താണ്? തനിക്ക് എന്ത് ലാഭം ഉണ്ടാകുന്നു, എന്ത് നഷ്ടം ഉണ്ടാകുന്നു എന്ന് ഒന്നും നോക്കാതെ ലോകത്തെ നന്മയ്ക്ക് വേണ്ടി പ്രവൃത്തികൾ ചെയ്യുക. അത് തന്നെയാണ് കർമ്മയോഗം. അതാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവർ അവരെന്നെ സുഖത്തിനായി വരയണം. അല്ലെ മറ്റുള്ളവരുടെ സുഖം കൂടി നമ്മൾ പരിഗണിക്കണമെന്നർത്ഥം. അല്ലാതെ അത് അവഗണിക്കാൻ പാടില്ല. അവൻ എന്ത് സംഭവിച്ചാലും എനിക്ക് സൂഹിക്കണം എന്ന് വിചാരിക്കാൻ പാടില്ല. അത് കർമ്മയോഗമല്ല, അതിന് പാപമേക്കും. അതുപോലെ തന്നെയാണ് ഈ ഇങ്ങനെ ഓരോ കർമ്മങ്ങൾ ചെയ്ത് ഒരു ഭോഗസുഖങ്ങൾക്ക് വേണ്ടി ഇന്ന കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് കിട്ടും ഇത് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ആളുകളെ പ്രലോഭിപ്പിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരുടെ വാക്കുകളെ കുറിച്ച് ഇവിടെ ഗീത പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഷ്പിതവാചകങ്ങൾ അവർ പറയുന്നു. അത് നല്ല മനോഹരമായ വാക്കുകൾ പറയുന്നു. അതാണ് നിങ്ങളിങ്ങനെ ഇത് ചെയ്താൽ മതി, പിന്നെ ഒരു കുഴപ്പമില്ല, മോളുടെ കല്യാണമൊക്കെ നടക്കും, അല്ലെങ്കിൽ മോന് ഫസ്റ്റ് റാങ്ക് കിട്ടും, അല്ലെങ്കിൽ വലിയ ജോലി കിട്ടും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന എന്ത് കാര്യമായാലും അറിഞ്ഞൊന്ന് വിളിച്ചാൽ മതി. ഇവിടെ വന്ന് ഇതൊക്കെ ഈ സാഷ്ടാംഗം പ്രണമിച്ചാൽ മതി, തീർച്ചയായിട്ടും കിട്ടും.
ഇതൊന്നും കൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് ആ കൂടെ കിട്ടാനുള്ള ഒറ്റ കാര്യമുള്ളൂ, അത് ഈ കർമ്മയോഗ ബുദ്ധിയാണ്. ആ ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങളെ പാവവും ബാധിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സുഖം കിട്ടും. അത് തന്നെയാണ്. ബാക്കിയെല്ലാം നിങ്ങളുടെ കർമ്മം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. യാമിമാം പുഷ്പിതാം വാചം പ്രവദന്തി അവിപശ്ചിതക. മൂഢന്മാരാണ് അങ്ങനെയുള്ള വാക്കുകൾ പറയുന്നത്. വേദവാദരഥ പാർത്ഥ, വേദവാദരഥന്മാരാണ്, അതായത് വേദവാദികളാണ്. അതിന് കർമ്മ കാണ്ഡത്തെക്കുറിച്ച് എവിടെ പറയുന്നു? വേദത്തിൽ എവിടെ പറയുന്നു? ഈ ഓരോ യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ നടത്തുന്നതിനെ കുറിച്ച്. അങ്ങനെ യജ്ഞയാഗങ്ങളൊന്നും നടത്തിയിട്ടൊരു കാര്യമില്ല. ഒരു അശ്വമേധത്തെക്കുറിച്ച് നമ്മൾ ബൃഹദാരണ്യകോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അശ്വമേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുതിരയെ കൊണ്ടുവന്ന് അറക്കുന്നതല്ല, മേധം ചെയ്യുന്നതല്ല, അതിനെ കുരുതി കൊടുക്കുന്നതല്ല. അത് അശ്വത്തായിട്ടുള്ളത്. നമ്മൾ ഈ വാരിക്കൂട്ടിയ സാധനങ്ങളെല്ലാം ഉപേക്ഷിക്കുക, നമ്മൾ സമ്പാദിച്ചതൊക്കെ ഉപേക്ഷിക്കുക. അതാണ് അശ്വമേധം എന്ന് പറയുന്നത്. അതാണ് ഉപനിഷത്ത് പറയുന്നത്. ബൃഹദാരണ്യക ഉപനിഷത്തിൽ പറയുന്നുണ്ട്. ആദ്യം തന്നെ അത് തന്നെയാണ് പറയുന്നത്. ഇനി കാമാത്മാക്കളായിട്ടുള്ള അവര് സ്വർഗത്തെക്കുറിച്ചാണ് അവർ പറയുന്നത്. നിങ്ങൾക്ക് സ്വർഗത്ത് പോവാം. പക്ഷെ ഈ അവർ പറയുന്ന കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്നാലും നിങ്ങൾക്ക് ഈ പാപത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചിതനാകാൻ പറ്റത്തില്ല. നിങ്ങൾ ഭോഗൈശ്വര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അത് വേണമെന്നുള്ള ആഗ്രഹക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വാക്കുകളിൽ വീഴും. നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ജന്മവും മരണവുമായിട്ട് ഇങ്ങനെ നടക്കും. ഇതാണ് ഇതിനകത്ത് പറയുന്നത്. അവർക്കൊന്നും ഒരിക്കലും സദ്ബുദ്ധി, യോഗബുദ്ധി അവർക്ക് കിട്ടത്തില്ല. ഭോഗൈശ്വര്യ പ്രസക്താനാം തയ അപഹൃത ചേതസാം വ്യവസായാത്മിക ബുദ്ധി സമാധവും ന വിധീയത. അവർക്ക് അന്ത്യകാലത്ത് പോലും ഇതൊന്നും കിട്ടത്തില്ല എന്നർത്ഥം. ഇനി ത്രൈഗുണ്യ വിഷയ വേദങ്ങൾ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ത്രിഗുണങ്ങളുടെ കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ കിട്ടുന്നത്. ത്രിഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്വ രജസ് തമോ ഗുണങ്ങൾ. ആ മൂന്നും ചേർന്നതാണ് ഈ പ്രപഞ്ചം. ഈ മൂന്ന് ഗുണങ്ങളുടെ ഒരു അവയെല്ലാം കൂടെ ചേർന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഏതെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അത് വേദങ്ങൾ അതാണ് പറയുന്നത്. നീ ഈ ഗുണാതീതനായിട്ട് വരണം. നിസ്ത്രൈഗുണ്യോപവാർജുന, ഗുണാതീതനായിട്ട് വരണം. നീ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ ഗുണങ്ങളുടെ അടിസ്ഥാനത്തില്ല. നിനക്ക് ജന്മനാ തന്നെ 3 ഗുണങ്ങൾ ഒരു പ്രത്യേക അനുവാദത്തിൽ നിനക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാ ആളുകൾക്കും ഈ അവരവരുടേതായ ഒരു അനുവാദമുണ്ട്. ഒരു ഫിംഗർ പ്രിന്റ് പോലെ ഓരോ വ്യക്തിക്കും ഓരോ അനുവാദമാണ് ഈ ത്രിഗുണങ്ങളുടെ കാര്യത്തിലുള്ളത്. അപ്പൊ ഓരോ അനുപാതം അത് നിങ്ങളുടെ അനുപാതമായിരിക്കത്തില്ല, എൻ്റെ അനുവാദം. അതിനനുസരിച്ചുള്ള പ്രവൃത്തികളാണ് നാം ചെയ്യുന്നത്. സത്വവും രജസും അതുപോലെ തന്നെ തമസും തമ്മിലുള്ള അനുപാതം ഓരോ വ്യക്തിയിലും വ്യത്യസ്തമാണ്. അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ആ താല്പര്യങ്ങൾക്ക് അനുസരിച്ചുള്ള കർമ്മങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അവർ ചെയ്യുമ്പോഴത്തേക്ക് അവർ പോയി പാപങ്ങളിൽ ചെന്നപ്പെടും, പാപപങ്കിലരായി മാറും. പക്ഷെ ഈ ത്രിഗുണങ്ങളുടെ പ്രേരണയിൽ നിന്ന് വിമുക്തരായി അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നവരുണ്ട്. അവരാണ് ഗുണാതീതന്മാർ. ഇവിടെ തന്നെ ഗീതയിൽ തന്നെ അധ്യായം 14 ഗുണാതീതന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഗുണാതീതന്മാരായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്ന കർമ്മങ്ങൾ ഒരിക്കലും അവരെ ബാധിക്കുകയില്ല, അവരെ പങ്കിലരാക്കുകയില്ല. അതാണ് നീ ഗുണാതീതനാവൂ എന്നാണ് ഇവിടെ പറയുന്നത്. നിർദ്വന്ദ്വോ അപ്പം ഗുണാതീതനാണെങ്കിൽ എൻ്റെ അർത്ഥം നീ നിന്റെ സ്വാഭാവിക ഗുണങ്ങൾക്ക് വഴങ്ങുന്നില്ല, അതിനപ്പുറം നീ പോയി. അപ്പം നിനക്ക് ദ്വന്ദ്വ അനുഭവങ്ങളിൽ നിന്ന് നിനക്ക് മുക്തനായി നിൽക്കാൻ പറ്റും. നിത്യസത്വസ്ഥവും, നീ ഒരേ കാര്യത്തിൽ നിത്യമായിട്ട് ഉറച്ചു നിൽക്കുക. അതായത് ഈ നിര്യോഗക്ഷേമ ആത്മവാൻ. നിര്യോഗക്ഷേമ, യോഗം എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കാര്യങ്ങൾ വലിച്ചു കൂട്ടുക, എന്നിട്ട് അതിനെ പരിപാലിച്ചു പോരുക. അതൊന്നും നിനക്ക് വേണ്ട. അപ്പൊ അതൊക്കെ നീ ഉപേക്ഷിക്കുകയാണെങ്കിൽ നിനക്ക് പാപം കിട്ടത്തില്ല എന്നർത്ഥം. ഇനി അടുത്ത് വരുന്നത് എന്നെ പറയാണ്, ഈ വിവരമുള്ളവന്, അത് പഠിച്ച, അതായത് ജ്ഞാനം നേടിയ ഒരു ബ്രാഹ്മണനും, ബ്രാഹ്മണസ്യ വിജാനത. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണനായിട്ട് ആരും വരുന്നില്ല, എവിടുന്നെങ്കിലും അലോട്ട് ചെയ്ത് ഇങ്ങോട്ട് വിടുന്നതുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരുത്തന് സ്വാഭാവികമായിട്ടുള്ള ഗുണങ്ങളെ കൊണ്ട് അയാൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഈ 4
വർണ്ണങ്ങൾ വരുന്നത്. അല്ലാതെ ഒരാളെ നേരത്തെ തന്നെ തലയിൽ എഴുതി യവൻ ബ്രാഹ്മണൻ, യവൻ ശൂദ്രൻ എന്നൊന്നും ആരും ഇങ്ങോട്ട് അയക്കുന്നില്ല. ഒരു ബ്രാഹ്മണന്റെ മകനായാലും അയാൾ ബ്രാഹ്മണനാകണമെന്നില്ല, അവൻ ശൂദ്രനാകാം. ഇതാണ് വാസ്തവത്തിൽ പിന്നെ ഇതിൻ്റെ ചാതുർവർണ്ണയത്തിൻ്റെ രീതി എന്ന് പറയുന്നതാണ്. വെറുതെ ബാക്കിയുള്ളതെല്ലാം വെറുതെ വളച്ചൊടിക്കലും തത്വവിരുദ്ധവുമാണ്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അതിലേക്ക് പിന്നീട് വരാം. അപ്പൊ ഒരു പഠിപ്പില്ലാത്തവൻ ബ്രാഹ്മണനല്ലെന്ന് മനുസ്മൃതി പോലും പറയുന്നുണ്ട്. മനുസ്മൃതി ആണല്ലോ വളരെ പ്രതിലോമകരമായിട്ടുള്ള കൃതി എന്ന് പറയുന്നത്. അതുപോലും പറയുന്നത് നിനക്ക് പഠിപ്പില്ലെങ്കിൽ നീ ബ്രാഹ്മണനാകത്തില്ല, വെറുതെ പൂണൂല് നടന്നു കഴിഞ്ഞാൽ നീ ഒരു തടി കൊണ്ടുള്ള ആനയെപ്പോലെ ഇരിക്കുമെന്ന്. യഥാർത്ഥ ആനയല്ലെന്നാണ് മനുസ്മൃതി പോലും പറയുന്നത്. അത് നോക്കണം. യാവാൻ അർത്ഥ ഉദമാനെ സർവത സംപ്ലുതോദകെ താവാൻ സർവേഷു വേദേഷു ബ്രാഹ്മണസ്യ വിജാനത. വിജ്ഞാനിയായിട്ടുള്ള ഒരു ബ്രാഹ്മണന് ഈ വേദങ്ങളെ കൊണ്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവന് ആ വേദങ്ങളിൽ നിന്ന് കിട്ടാവുന്ന എല്ലാ തത്വങ്ങളും അവൻ പഠിച്ച് ആ തത്വങ്ങളിലാണ് അവൻ മുഴുകിയിരിക്കുന്നത്, നിമഗ്നനായിട്ടിരിക്കുന്നത്. അവനെന്താണ് അതിന് ഒരു ഉദാഹരണം പറഞ്ഞത് എന്താണ്? എല്ലാ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകി വരുന്ന ഒരു സ്ഥലത്ത് ഒരു കിണറോ ഒരു ചെറിയ ഒരു കുഴിയോ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? വെള്ളം ഇഷ്ടം പോലെ എല്ലായിടത്തും കിട്ടും. പിന്നെ ആരെങ്കിലും കിണറിൽ വരുമോ? കുഴിയിൽ വെള്ളം എടുക്കാൻ വരുമോ? ഇത് തന്നെയാണ് ഒരു വിജ്ഞാനിയായിട്ടുള്ള ഒരു ബ്രാഹ്മണന്റെ അവസ്ഥയെന്ന് പറയുന്നത്. അതുപോലാണ് നീ വിജ്ഞാനിയാകുക. നിനക്ക് ഈ ത്രിഗുണങ്ങളോ അല്ലെങ്കിൽ ഈ ഭോഗസുഖങ്ങളോ കൊണ്ടൊന്നും നിനക്ക് ഒരു കാര്യവുമില്ല. അതിനേക്കാളൊക്കെ അതിൽ നിന്നൊക്കെ കിട്ടുന്നതിനേക്കാൾ വലിയ ആനന്ദം നിനക്ക് കിട്ടാനിരിക്കുന്നത് നീ കർമ്മയോഗം അനുഷ്ഠിക്കുക. കർമ്മയോഗത്തിൽ കൂടിയാണ് നിനക്കിതെല്ലാം കിട്ടാൻ പോകുന്നത്. കർമ്മയോഗത്തിൽ നിന്ന് കിട്ടും എല്ലാ സന്തോഷങ്ങളും. അല്ലാതെ 1000 ഈ ക്രിയാവിശേഷമായി വളരെ അനേകം ക്രിയകളൊക്കെ ചെയ്ത് യജ്ഞങ്ങളും ദാനങ്ങളും എല്ലാം ചെയ്ത് നിനക്കിപ്പോൾ സ്വർഗം കിട്ടുമെന്ന് നീ വിചാരിച്ചാൽ അതൊന്നും അല്ല. അതാണ് ഈ പറയുന്നത്. അതേസമയം അതിനേക്കാൾ നീ ഈ കർമ്മ യോഗം അത് അനുഷ്ഠിക്കുക. നിനക്ക് അതിനേക്കാൾ വലിയ സുഖം നിനക്ക് കിട്ടും. ഇതാണ് ഇവിടെ പറയുന്നത്. ഇനി എന്താണ് കർമ്മയോഗം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള നിർവചനം, അതിനെക്കുറിച്ചുള്ള വിശദീകരണം അതാണ് 2:47 ശ്ലോകം മുതൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് അങ്ങനെ കർമ്മയോഗം അനുഷ്ഠിക്കുന്ന ഒരാൾ എങ്ങനെയാണ് അയാളുടെ ബുദ്ധി അയാളുടെ പ്രജ്ഞ എങ്ങനെയാണ് നിലനിൽക്കുന്നത്, ഈ 2 കാര്യങ്ങളാണ് ഇനിയുള്ള ഈ 2-ാം അധ്യായത്തിലുള്ള കാര്യങ്ങൾ വിവരിക്കുന്നത്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.